പൊതുപ്രവർത്തകൻ ഡിജോ കാപ്പൻ അന്തരിച്ചു. വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്നു അദ്ദേഹം. പാലായിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ചായിരുന്നു അന്ത്യം. വിവരങ്ങളുമായി ലിജോ വർഗീസ് ചേരുന്നു. ലിജോ, അങ്ങേയറ്റം ഞെട്ടലുണ്ടാക്കുന്ന വാർത്തയായിപ്പോയല്ലോ. നമ്മുടെയൊക്കെ ടെലിവിഷൻ ചർച്ചകളിൽ ഒരു കാലത്ത് സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരുന്ന ആളാണ് ഡിജോ കാപ്പൻ. അദ്ദേഹത്തിന് അങ്ങനെ ഒരു വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്നു എന്ന വിവരം തന്നെയും എല്ലാവരും അറിഞ്ഞിരുന്നില്ല. ഇപ്പോൾ അദ്ദേഹത്തിന് അന്ത്യം തന്നെ ഉണ്ടായിരിക്കുന്നു. എന്താണ്, എപ്പോഴാണ് സംഭവിച്ചത്, എന്താണ് അതിൻ്റെ മറ്റു വിവരങ്ങൾ? തന്നെ അത്യന്തം ഞെട്ടലുണ്ടാക്കുന്ന ഒരു വാർത്തയാണ്. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഡിജോ കാപ്പൻ ഒരു അപകടത്തിൽപ്പെട്ട് ചികിത്സയിലായിരുന്നു എന്ന കാര്യം പോലും അറിയാൻ ഓരോരുത്തരും അല്ലെങ്കിൽ കേരളത്തിലുള്ള മിക്ക ആളുകളും വൈകി എന്നുള്ളതാണ്. കഴിഞ്ഞ വർഷം ഒക്ടോബർ മാസത്തിലാണ്, ഒക്ടോബർ മാസം 16-ാം തീയതി തിരുവനന്തപുരത്ത് വെച്ചാണ് അദ്ദേഹത്തിന് ഇത്തരത്തിൽ വാഹനാപകടം ഉണ്ടാവുന്നത്. അദ്ദേഹം ഫ്ളാറ്റിൽ നിന്ന് മുകൾ നിലയിൽ അത്തരത്തിൽ കാർ പാർക്കിംഗ് ഉള്ള ഒരു സ്ഥലത്ത് നിന്ന് താഴേക്ക് കാർ എടുക്കുന്ന സമയത്ത് ബ്രേക്ക് നഷ്ടമായി കാർ താഴേക്ക് വീണാണ് അദ്ദേഹത്തിന് പരിക്കേൽക്കുന്നത്. ആ സമയത്ത് തന്നെ സാരമായ അദ്ദേഹത്തിന് പരിക്കേറ്റിരുന്നു. തിരുവനന്തപുരം സ്വകാര്യ ആശുപത്രിയിൽ, അതിനുശേഷം പാലയിലുള്ള സ്വകാര്യ ആശുപത്രിയിലേക്കും അദ്ദേഹത്തിന്റെ ചികിത്സ മാറ്റുകയായിരുന്നു. അവിടെ വെച്ചാണ് ഇപ്പോൾ അന്ത്യം സംഭവിച്ചിരിക്കുന്നത്. ഏതാണ്ട് 1990-കളുടെ ആ സമയം മുതൽ തന്നെ കേരള കോൺഗ്രസിന്റെ വിദ്യാർത്ഥി പ്രസ്ഥാനം മുതൽ രാഷ്ട്രീയ പ്രവർത്തനം തുടങ്ങി. ഏതാണ്ട് 1998 ആയപ്പോഴേക്കും അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തനം നിർത്തിയും പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ വളരെ സജീവമായി കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അദ്ദേഹം ഉണ്ടാവുകയും ചെയ്തു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് പൊതുഗതാഗതം, അത് ട്രെയിൻ ആയാലും KSRTC ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലുള്ള സാധാരണക്കാരുടെ ഉപഭോക്തൃ ആവശ്യങ്ങൾക്ക് വേണ്ടി വളരെ കൃത്യമായ അദ്ദേഹത്തിന്റെ ഇടപെടൽ ഉണ്ടാകുന്നു. പല കാര്യങ്ങളും അദ്ദേഹം കോടതിയിൽ പോവുകയും അത് സാധാരണക്കാർക്ക് വേണ്ടി അനുകൂലമായ ഉത്തരവ്, അത് പൊതുവായ കാര്യങ്ങൾക്ക് അനുകൂലമായ ഉത്തരവ് നേടിയെടുക്കുകയും ചെയ്ത് വളരെ സജീവമായി പൊതുപ്രവർത്തന രംഗത്തുണ്ടായിരുന്ന ആളാണ്. അദ്ദേഹത്തിന് 68 വയസ്സായിരുന്നു ഇപ്പോൾ പ്രായം. ഈ പലതരത്തിലുള്ള വിഷയങ്ങളിൽ നേരത്തെ സനീഷ് സൂചിപ്പിച്ച പോലെ തന്നെ അത് മാധ്യമങ്ങളിൽ ചർച്ചകളിൽ അല്ലെങ്കിൽ മാധ്യമ ചർച്ചകൾ സജീവമാകുന്ന, ടെലിവിഷൻ ചർച്ചകൾ സജീവമാകുന്ന ഒരു കാലത്ത് അദ്ദേഹം വളരെ നിറസാന്നിധ്യമായി ഇത്തരം വിഷയങ്ങളിൽ വളരെ സജീവമുണ്ടായിരുന്നു. പ്രത്യേകിച്ച് ബസ് ചാർജ് വർധനവ്, അതുപോലെയുള്ള വിഷയങ്ങളിൽ വളരെ സജീവമായി ജനങ്ങൾക്ക് വേണ്ടി നിന്ന് സംസാരിക്കുന്ന ആളായിരുന്നു. കർഷക പ്രശ്നങ്ങളിൽ വളരെ സജീവമായി അദ്ദേഹം ഇടപെട്ടിരുന്ന ആളാണ്. അങ്ങനെ നിരവധി വിഷയങ്ങളിൽ വളരെ കൃത്യമായി നിലപാടെടുക്കുകയും സാധാരണക്കാർക്ക് വേണ്ടി ഒപ്പം നിൽക്കുകയും ചെയ്ത ഒരാൾ ആണ് ഇപ്പോൾ വിട പറഞ്ഞിരിക്കുന്ന. അദ്ദേഹത്തിന്റെ ഈ അപകടത്തിൽ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും പരിക്കേറ്റിരുന്നു. പക്ഷെ അവരുടെ പരിക്ക് അത്ര ഗുരുതരമായിരുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും നീണ്ടകാലം, ഏതാണ്ട് 6 മാസത്തിൽ കൂടുതൽ ഇത്തരത്തിൽ ആശുപത്രിവാസവുമായി ബന്ധപ്പെട്ട്, ഈ പരിക്കുമായി ബന്ധപ്പെട്ട ആശുപത്രിവാസം അദ്ദേഹത്തിന് വേണ്ടി വന്നു. അതിനുശേഷമാണ് ഇപ്പോൾ അദ്ദേഹം മരിച്ചു എന്നുള്ള വാർത്ത ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. അങ്ങേയറ്റം ദുഃഖകരമായ വാർത്തയാണ്. ഡിജോ കാപ്പൻ കേരളത്തിലെ ടെലിവിഷൻ വാർത്ത അല്ലെങ്കിൽ മറ്റ് മാധ്യമങ്ങളുടെ വാർത്ത ശ്രദ്ധിക്കുന്ന ആളുകൾക്കെല്ലാം വളരെ വളരെ പരിചിതനായിട്ടുള്ള ആളാണ് ഡിജോ കാപ്പൻ. ടെലിവിഷൻ വാർത്താ ചാനലുകളുടെ ചർച്ചകളുടെ ആദ്യകാലങ്ങളിൽ എപ്പോഴും ഈ പൊതുവിഷയങ്ങളിൽ വന്ന് സംസാരിച്ചു കൊണ്ടിരുന്ന ആളായിരുന്നു ഡിജോ കാപ്പൻ. വ്യക്തിപരമായിട്ട് ഞങ്ങൾക്കൊക്കെ വലിയ പരിചയമുള്ള ആളാണ്. അധികാര പദവികളിലേക്ക് ചെന്നെത്താവുന്ന രാഷ്ട്രീയ പാർട്ടികളിൽ നിന്ന് അദ്ദേഹം കേരള കോൺഗ്രസിൻ്റെ സജീവ പ്രവർത്തകരും നേതാവുമായിരുന്നു ചെറുപ്പകാലം തൊട്ട്. പക്ഷേ ആ പ്രവർത്തനങ്ങൾ വിട്ടിട്ട് അദ്ദേഹം പൊതുപ്രവർത്തനത്തിലേക്ക്, സാധാരണക്കാരുടെ പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങി വന്ന ആളായിരുന്നു. ലിജോ ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ ഉപഭോക്തൃ സംഗതികളുമായി ബന്ധപ്പെട്ടുള്ളത്, ഈ ഗതാഗത കാര്യങ്ങൾ, അത്തരം കാര്യങ്ങൾ, പൊതുവാഹന സംവിധാനങ്ങളെക്കുറിച്ചുള്ള പ്രശ്നങ്ങളൊക്കെ സമൂഹത്തിൽ വരുമ്പോൾ അത്തരം കാര്യങ്ങളിൽ മാധ്യമപ്രവർത്തകർ ആദ്യം വിളിക്കുന്ന ആളുകളിൽ ഒരാൾ ഡിജോ കാപ്പനായിരുന്നു. വ്യക്തമായിട്ടുള്ള നിലപാട് അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്ന് മാത്രമല്ല, ഈ ഓരോ മേഖലയെയും കുറിച്ച് നല്ല ഗ്രാഹ്യം, അറിവുള്ള പൊതുപ്രവർത്തകനായിരുന്നു അദ്ദേഹം. കേരളത്തിൻ്റെ ഈ പൊതുഗതാഗത സംവിധാനങ്ങളൊക്കെ ഉണ്ടായി വന്ന കാര്യങ്ങളെക്കുറിച്ചൊക്കെ വളരെ നല്ല അറിവ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഓരോ കാലത്തും ഇത്തരം സംഭവങ്ങളെക്കുറിച്ച്, ബസ് ചാർജ് വർധനവായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ KSRTC ബസ്സുകളുടെ ലഭ്യതയായിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ പുതിയ ഗതാഗത സംവിധാനങ്ങളുടെ വരവായിക്കൊള്ളട്ടെ, അതൊക്കെ നല്ല ധാരണയുള്ള ആളായിരുന്നു അദ്ദേഹം. ഉപഭോക്തൃ സംഭവങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് മറ്റ് മേഖലകളിലും നല്ല അറിവ് അദ്ദേഹത്തിനുണ്ടായിരുന്നു. രാഷ്ട്രീയ പ്രശ്നങ്ങളിലൊക്കെ കൃത്യമായ നിലപാടും രാഷ്ട്രീയ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും അദ്ദേഹം അത്തരം കാര്യങ്ങളെക്കാൾ കൂടുതൽ ഇതുപോലുള്ള പൊതുജനങ്ങൾക്ക് ഉപയോഗപ്രദമായിട്ടുള്ള മറ്റു കാര്യങ്ങളായിരുന്നു അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയും അധ്വാനവും വിനിയോഗിച്ചിരുന്നത്. കേരളം മുഴുവൻ സഞ്ചരിച്ച് അദ്ദേഹം അത്തരം കാര്യങ്ങൾ ഇടപെടുമായിരുന്നു. എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും നേതാക്കൾക്ക് വലിയ സൗഹൃദമുള്ള ആളുകൂടെയായിരുന്നു ഡിജോ കാപ്പൻ. അദ്ദേഹം മാധ്യമങ്ങളുടെ ആദ്യകാലത്തെ ചർച്ചകളിൽ, അദ്ദേഹം സജീവമായിരുന്ന കാലങ്ങളിലൊക്കെ മാധ്യമ ചർച്ചകൾ എല്ലാ ദിവസവും രാത്രി ചർച്ചകളിൽ എന്നോണം ഉണ്ടായിരുന്ന ആളാണ്. അതുകൊണ്ട് തന്നെ വ്യക്തിപരമായിട്ട് തന്നെ വളരെ പരിചയമുള്ള, സൗഹൃദമുണ്ടായിരുന്ന ആളാണ് ഡിജോ കാപ്പൻ. അദ്ദേഹത്തിന് ഇങ്ങനൊരു അന്ത്യമുണ്ടായതിൽ, പ്രത്യേകിച്ചും ഈ രാജ്യത്തെ, എനിക്ക് നല്ല ഓർമ്മയുണ്ട്, സംസ്ഥാനത്തെ പൊതുഗതാഗത സംവിധാനങ്ങളെക്കുറിച്ചുള്ള അതിൻ്റെ പരിമിതികളെക്കുറിച്ചും മറ്റുമൊക്കെയുള്ള നിരവധി ചർച്ചകളിൽ അദ്ദേഹത്തിനെ അതിഥിയായിട്ട് ഞാൻ ചർച്ച നയിക്കുമ്പോൾ അദ്ദേഹത്തിന് അതിഥിയായിട്ട് വരികയും മറ്റും ചെയ്തിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരാൾ വാഹനാപകടത്തിൽ തന്നെ പെട്ട് 6 മാസത്തോളം ആശുപത്രിയിൽ കിടന്ന് ഇങ്ങനെ അന്തരിച്ചു എന്ന വാർത്ത അങ്ങേയറ്റം ദുഃഖകരവും സങ്കടകരവുമാണ്. എന്തായാലും